എല്ലാ മച്ചന്മാർക്കും എൻ്റെ പുതിയ പാട്ട് എപ്പിസോഡ് വീട്ടിലേക്ക് സ്വാഗതം. ഇതാണ് മൈക്ക്. ഇതിലാണ് ഞാൻ പാട്ട് പാടാൻ പോകുന്നത്. ഓക്കെ, दादा तियो दीदी तुती ती तो निये तुमी राजा पर तो का तो शो दादा तो बाकाशा दादा शो दादा शो दादा 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 दादा. രാത്രിയായാ? പാടി പാടി രാവിലെ ഇന്ന് രാത്രിയായി. മൈക്ക് പൊട്ടിച്ചെടുക്കും, മൈക്കിലായി തീർന്നത് ഗായ്സ്. അങ്ങനെ ഞാൻ പിങ്ക് ഷീപ്പിനെ കണ്ടുപിടിച്ചു. എനിക്കോലും അറിയില്ല ഞാനെങ്ങനെ കണ്ടുപിടിച്ചത്. ഞാൻ ലീഫ് കളക്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോഴായിരുന്നു പിങ്ക് ഷീപ്പിനെ കണ്ടത്. നിങ്ങൾ പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് പോവാ. അപ്പോൾ ഗായ്സ്, ഞാൻ ലീഫ് എടുക്കാൻ വേണ്ടി വന്നത്. അതേ പിങ്ക് ഷീപ്പിവിടെ കറങ്ങി നടക്കുന്നത്. ഇത് റെയർ സാധനമല്ലേ? മോച്ചാങ്ങ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങിയ. ഇതെടുത്തോണ്ട് പോയി അവിടെ കെട്ടിയിട്ടേക്കാം. എൻ്റെ ഭാഗ്യങ്ങളെ ഇപ്പോൾ കൊണ്ടവിടെ കെട്ടിയിട്ടേക്കാം. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് ആ പിങ്ക് ഷീപ്പ് കിട്ടിയത്. എൻ്റെ അടുത്ത് സ്വന്തമായിട്ട് വരുമായിരുന്നു. ഞാൻ ഓടി എടുക്കണമെന്നില്ല, എൻ്റെ അടുത്ത് ഓടി വന്നു. ഇത് അനുസരണമുള്ള കുഞ്ഞാന്ന് നോക്കി. ഇന്ന് ഞാൻ ആയ ഫാം വീണ്ടും ഉണ്ടാക്കാൻ പോവുകയാണ്. ആയ ഫാം ഉണ്ടാക്കാനുള്ള എല്ലാ റിസോഴ്സും ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോണ്ടല്ല അല്ല പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ ഇങ്ങനെ കൊണ്ടുപോകും. എന്നാൽ പലർക്കും ഡൗട്ട് വരും. ടട്ടടാ ലീഡ്. പിന്നെ എനിക്ക് ഈ ബേസ് ഇവന്മാരുടെ കൈ കൊടുത്തിട്ട് പോകാൻ കഴിയും. ഇവന്മാരെങ്ങനെ സ്പോണായെന്ന് ചോദിച്ചാൽ വർക്കാവുന്നുണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ തോന്നുമ്പോൾ വർക്കാവും, അല്ലെങ്കിൽ അവിടെ സ്പോണാവും. ഇല്ല ചെറു അങ്ങനെ ഗൈസ്, മോനൂസ് ഗെയിമിൽ വിളിച്ചൊരു കാര്യം പറഞ്ഞു. പറഞ്ഞത് എൻ്റെ ചാനൽ 24K സബ്സ്ക്രൈബേഴ്സ് അടിച്ചു. ഈ 2 ബോട്ടും ലീഡ് വെച്ച് കണക്ട് ചെയ്തിട്ട് അങ്ങോട്ട് നേരെ ഞാൻ പോവാ, വെച്ച് പിടിക്കാൻ പോവാ. ഇപ്പം ഞാൻ നിൽക്കുന്ന 700, ഇത് 1000 ബ്ലോക്ക് ഞാൻ പോവാ. വേണം മക്കളെ. അവന്മാർ ഇത് പറയുന്ന മറ്റേ സാധനത്തിൽ കൊണ്ടുപോകി, ആ ട്രേഡർ മറ്റേ സാധനത്തിൽ കൊണ്ടുപോകി, ഞാൻ ഈ 2 സാധനം കൊണ്ടുപോകും. ഞാൻ പോവാണ്. എങ്ങോട്ടോ പോവാണ്. ആ കയറ് അതുമായിട്ട് കണക്ട് ചെയ്യും. അപ്പം ഞാൻ ഇരുന്ന് വണ്ടി ഓടിക്കുവാണ്. അത് പുറകെ വരുമോ? ഭയങ്കര ഫീച്ചർ ഗുഡ്. ഓക്കെ, താഴേന്ന് ബ്ലോക്ക് വെച്ച് വരണം. എന്നാരെ തള്ളിയിട്ടോ? ഇത് പട്ടിയട എന്നെ തള്ളിയിട്ടോ. അവിടെ ഇവിടെ ഇലയില്ല. അപ്പോൾ എനിക്ക് താഴ്ന്നു കൊണ്ടുവേണം. ആ ഇലയിൽ വെച്ചാലും മതിയായിരുന്നു. റൗണ്ടേ ഞാൻ പോവാം. ഞാൻ പോവാ. ചത്ത്. ജീവനോടുണ്ട്. ഇവിടെ ഇങ്ങനെ വെക്കണം. ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് ഏകദേശം 50 ബ്ലോക്ക് മണ്ട കാണാം. ഒരു 3x3 പ്ലാറ്റ്ഫോം ഫസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ സെൻറ്റർ 3 അല്ലല്ലോ, 4x4. കുഴപ്പമില്ല. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഏതായാലും കേട്ടോ പോ. ഇനി ഇവിടെ ഇങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. അത് ഓക്കെ. ഇനിയാണ് ബാക്കി പണി. ഞാൻ ലാഡർ എടുക്കാൻ മറന്നുപോയി. വീട്ടിൽ പോയി അതെടുത്തുകൊണ്ട് വരണം. ആര് പറഞ്ഞു? അല്ല പിന്നെ നമ്മുടെ കൈ സ്റ്റിക്ക് മതി ലാഡർ ഉണ്ടാക്കാൻ. അപ്പം ഇവിടുന്ന് എത്ര ബ്ലോക്ക് കയറിയെന്ന് അറിയില്ല ഞാൻ. അതുകൊണ്ട് ഇഷ്ടം പോലെ അങ്ങോട്ട് ഉണ്ടാക്കിയോ. 27 എണ്ണം ആയാൽ മതി. ഓക്കെ, നൈസ്. ചവലെ ഉയ്യോ. MC ഭയങ്കര പ്രോയാണ് ഗൈസ്. എൻ്റെ ലൂട്ടെല്ലാം പറന്നളിക്കുന്നു. ഓക്കെ.
സ്പീഡപ്പ്. ഞാൻ ഇത്തിരി ഫുഡ് എടുത്തുകൊണ്ട് വരണ്ടായിരുന്നു. എടാ ജസ്റ്റ് പോടാ. എന്തായാലും ചാവുന്നില്ല. എനിക്ക് അവിടെയൊക്കെ എൻ്റെ ലൂട്ട് കിടപ്പുണ്ട്. ഇത് പെട്ടെന്നുണ്ടാക്കണം, നമുക്ക് ടൈമില്ല. കളിച്ചേ. ഓക്കെ, ഇനി എൻ്റെ ഗ്രൗണ്ടിൻ്റെ ഇവിടെ പോയേ. ഒരെണ്ണം കൂടെ, അത്രേ ഉള്ളൂ. ഇവിടെ ടോർച്ച് വെക്കണം, എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെക്കണം മസ്റ്റായിട്ട്. അതായത് നിങ്ങൾ ബെഡ്റോക്ക് പ്ലെയർ ആണെങ്കിൽ ഉറപ്പായും വെക്കണം, അല്ലെങ്കിൽ ഇവിടെ ഒരു സോംബി ഇങ്ങനെ സ്പോണാവും. ഫസ്റ്റ് കൊണ്ടുവരേണ്ടത് 3 ചെസ്റ്റ്, 6 ചെസ്റ്റ്. ആ 2 ഇവിടെ, 2 ഇവിടെ, അങ്ങനെ. ആദ്യമേ നമ്മൾ എയർ ചെസ്റ്റ് ഇങ്ങനെ എടുക്കണം, അത് ഇങ്ങനെ വെക്കണം. അതായത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ അടുപ്പിച്ച് അത്രേ ഉള്ളൂ. ഇതിങ്ങനെ കഴിഞ്ഞു. ഞാൻ ഹോപ്പർ എടുക്കണം, അത് ഇങ്ങനെ ഓടിക്കണം. ഓക്കെ, ഇങ്ങനെ ഓടിക്കണം. ഹോപ്പർ ഇങ്ങനെ നമ്മുടെ ചെസ്റ്റുമായിട്ട് കണക്ട് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. എല്ലാം കറക്റ്റാണല്ലോ. ഓക്കെ, ഹോപ്പർ അങ്ങനെ കറക്റ്റാണ്. ഇനി ഡെമോ ടെസ്റ്റിന് വേണ്ടി ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതിനകത്ത് 4 സ്റ്റിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് ഈ നടുക്കത്തെ ചെസ്റ്റ് വരണം. നൈസ്. അവർ പറയുന്നത് ഇവിടെ എടുക്കണം, ഈ ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി അവന്മാരെന്തോ പറയുന്നത്, ഇനി മണ്ടക്കോട്ട് 10 ബ്ലോക്ക് വെക്കണം. ഇനി ഇവിടുന്ന് 10 ബ്ലോക്ക് മണ്ടക്കോട്ട്. 1 2 3 4 5 6 7 8 9 10. അങ്ങനെ കുറേ നേരം ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ജസ്റ്റ് ഹാർഡൊക്കെയാണ് തറയിൽ വേണ്ടി രക്ഷപ്പെട്ടത്. പിന്നെ ഞാൻ തറയിൽ പോയി എൻ്റെ ആവശ്യമുള്ള എല്ലാ സാധനം എടുത്തുകൊണ്ട് ഇന്ന് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അവർ പറഞ്ഞ ആവശ്യമുള്ള എല്ലാ ലൂട്ടും ഞാൻ കൊണ്ടുവന്നായിരുന്നു. ബട്ട് അതിൽ കൂടുതലായിരുന്നു എനിക്ക് വേണ്ടത്. എനിക്കൊന്നും അവരുടെ മിസ്റ്റേക്ക് വല്ല ആയിരിക്കാം. നിങ്ങളൊന്ന് നോക്കുക, അവർ പറയുന്നതിനെക്കാട്ടി കൂടുതലാണ് നമുക്ക് വേണ്ടത്. ഞാൻ പിന്നെ എൻ്റെ ബേസിൽ പോയി കുറച്ച് സ്റ്റോണും കാര്യങ്ങളും എടുത്ത്, എന്നിട്ട് ഞാൻ വീണ്ടും ബിൽഡും കാര്യങ്ങളും തുടങ്ങി. സൈൻ ബോർഡൊക്കെ വെച്ച് ലാവയൊക്കെ ഇട്ട് സെറ്റാക്കി. പിന്നെ മണ്ടക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടേണ്ടത് മണ്ടക്കായിരുന്നു. താഴെ അത്ര വശപ്പശക്കൊന്നും ഇല്ല, ഇത് മണ്ടക്കായിരുന്നു അധികം പണി. പിന്നെ അതെല്ലാം ഞാനത് അവർ പറയുന്ന പോലെ കറക്റ്റ് ഇപ്രാവശ്യം ഞാൻ എൻ്റെ തൊട്ടടുത്ത് ഫോം വെച്ച് അതിൽ നോക്കിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇതിനായിട്ടുള്ള എല്ലാ ഐറ്റവും നിങ്ങൾക്ക് അറിയുന്ന പോലെ ആ ചെസ്റ്റിലെ തന്നെ ഉണ്ട്, ബോട്ട് ചെസ്റ്റ്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ളതെന്ന് പറയാൻ നമ്മുടെ ഈ സ്റ്റെയറൊക്കെ വെച്ച് അതിൽ വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും ടഫ്. അതാണ് എനിക്ക് ഏറ്റവും ടഫായി തോന്നിയത്. അതിൽ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം, എങ്ങാണം വീണാൽ പിന്നെ ലാവയിൽ പോയി മയ്യത്ത്. പിന്നെ ഇത് ആരെങ്കിലും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ കൂടുതൽ ഐറ്റംസ് കൈ വെച്ചോ. ഇത് കൂടുതലായിട്ട് എടുക്കേണ്ടി വരും, നിങ്ങൾക്ക് ഈ ബ്ലോക്ക് കൂടുതൽ വേണ്ടി വരും. അവർ പറയുന്നത്ര അല്ല, അതിൻ്റെ അപ്പുറം വേണം ബ്ലോക്ക്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കാര്യം ഞാൻ ഇത് 2 പാർട്ടായിട്ട് ഇടാൻ പോകുന്ന. ഫസ്റ്റ് പാർട്ട് ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് പാർട്ട് നമുക്ക് വില്ലേജ് തന്നെ കൊണ്ടിടണം. കൂടെ FK നിന്ന് അത് വർക്കും നോക്കണം. ഇത്ര മണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് കിട്ടുന്നുണ്ടാകുന്നത്. ഇത് ഒരുപാട് ലോങ് ആയി കഴിഞ്ഞാൽ കറക്റ്റ് 6 മണിക്ക് വീഡിയോ വരില്ല. അതാണ് ഞാനിപ്പോൾ നിർത്തുന്നത്. അല്ലെങ്കിൽ അന്നത്തെ പോലെ 12 മണിക്ക് വരും. അപ്പം ഈ പാർട്ട് 1 ഞാൻ ഇത്ര ചെയ്യുന്നുള്ളൂ. പാർട്ട് 2 നമുക്ക്
എല്ലാം സെറ്റ് ചെയ്യാം.